ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവ 10 അധ്യായം 30 വാക്യം. യഹോവ അതിനെയും അതിലെ രാജാവിനെയും ഇസ്രായേലിൻ്റെ കയ്യിലേൽപ്പിച്ചു. അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് യോശുവയും ഇസ്രായേല്യരും വലിയ ശത്രു സംഹാരവും മറ്റു പട്ടണങ്ങൾ പിടിച്ചെടുക്കുന്നതുമൊക്കെയാണ് ഇന്നത്തെ വായനാഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെയുള്ള യുദ്ധങ്ങളിൽ ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയമായിരുന്നു ലഭിച്ചിരുന്നത്. അത് ദൈവശക്തിയിലുള്ള അവരുടെ പരിപൂർണമായ ആശ്രയം കൊണ്ടായിരുന്നു ഇത്തരത്തിൽ അവർക്ക് വിജയം വരിക്കുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇന്നത്തെ വേദഭാഗത്ത് തെക്കേ കനാനിലെ ചില പട്ടണങ്ങൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഒറ്റ പടയോട്ടത്തിൽ മക്കേദ, ലിബ്ന, ലാഖീഷ്, ഗേസർ, എഗ്ലോൻ, ഹെബ്രോൻ എന്നീ പട്ടണങ്ങളെ പിടിച്ചെടുക്കുന്നതിന് യോശുവ തന്ത്രപരമായ നേതൃത്വം ഇസ്രായേല്യർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ വലിയ സംഹാരം നടത്തി തെക്കേ കനാൻ മുഴുവൻ യോശുവയുടെ അധീനതയിലാക്കുന്നു. രാജാക്കന്മാർ ശക്തരും പട്ടണങ്ങൾ ഉറപ്പുള്ളതും ആയിരുന്നു. അതിനാൽ കടുത്ത എതിർപ്പ് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ യഹോവയിലുള്ള അചഞ്ചലമായ വിശ്വാസവും ധൈര്യവും പകർന്ന് ജനത്തെ സജ്ജരാക്കുന്നതിൽ യോശുവ വിജയിക്കുകയാണ് ഉണ്ടായത്. ദൈവിക കൽപ്പനകളോടുള്ള വിധേയത്വവും അനുസരണവും ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസവും ഉറപ്പും ഒക്കെ യോശുവയിൽ ഉണ്ടായിരുന്നു. അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും യോശുവയ്ക്ക് സാധിച്ചു. അതായിരുന്നു യോശുവയുടെ വിജയവും. എന്നാൽ ഇത്തരത്തിൽ കാണുന്ന യോശുവയുടെ യുദ്ധങ്ങളും വിജയങ്ങളും നമ്മെ 2 ആത്മീക സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ ആലോചനകളിലും നിർദ്ദേശങ്ങളിലും ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത. തന്നെ വെല്ലുവിളിച്ച് പ്രതിബന്ധങ്ങളുടെ വലിപ്പമോ താൻ നേരിട്ട ശത്രുക്കളുടെ ബലമോ യോശുവയെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. മറിച്ച് ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ദൈവത്തെ അനുസരിക്കുന്നത് വളർച്ചയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വഴിയിലെ പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ പതറിപ്പോയവർ വിശ്വാസ ജീവിതത്തിൽ അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുൻപോട്ടുള്ള പ്രയാണം അസാധ്യമാണ്. അതിനാൽ ദൈവത്തിൻ്റെ ആലോചനകളിലും നിർദ്ദേശങ്ങളിലും ആശ്രയിച്ച് ജീവിക്കുക. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ പാലിക്കുന്നതിൽ വിശ്വസ്തനാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന യോശുവയെ ദൈവം വിളിക്കുമ്പോൾ വാഗ്ദാനം നൽകുന്നു. ഈ വലിയ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് യോശുവ തൻ്റെ ശുശ്രൂഷയിൽ ഇറങ്ങുന്നത്. എന്നാൽ ശുശ്രൂഷ മധ്യത്തിൽ ഏറെ ധൈര്യം പകരുന്ന കാര്യങ്ങളുമായിരുന്നു ഇത്. അതുകൊണ്ടാണ് വലിയ രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും മുൻപിൽ അടിപതറാതെ നിൽക്കുവാനായിട്ട് യോശുവയ്ക്ക് സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും മഹാപർവ്വത സമമായ പ്രതിസന്ധികൾ വന്നേക്കാം. രാക്ഷസ തുല്യമായ ശത്രുക്കൾ നമ്മുടെ മുന്നിലും ഉയർന്നു വന്നേക്കാം. എന്നാൽ പതറിപ്പോകാതെ, തളർന്നു പോകാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് നാമും മുന്നോട്ട് പോവുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.